ഏതൊരു മനുഷ്യൻ്റെയും ആരോഗ്യം തുടങ്ങേണ്ടത് അവരുടെ വീട്ടിൽ നിന്നാണ്. ഇനി വീട്ടിൽ എവിടെയാണെന്ന് കൃത്യമായിട്ടും ചോദിച്ചാൽ അത് അടുക്കളയിൽ നിന്നാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും അസുഖങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ അടുക്കളയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള 7 മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. ചിലതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഫുഡി. നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളാണ്. നിങ്ങളുടെ വീട്ടിലും ഹിറ്റും ചിതലിനടിക്കുന്ന മരുന്ന്, ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ടാവാം. അത് നിങ്ങളുടെ കിച്ചണിലും യൂസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത് കൃത്യമായിട്ടല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഉണ്ടാവാം. ഒരു കാരണവശാലും ഇത് രാവിലെ സമയത്ത് ഉപയോഗിക്കരുത്. കുക്കിംഗ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ദിവസം രാത്രി സമയത്ത് അടുക്കളയത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് വേണം ഇത്തരത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാൻ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വെജിറ്റബിൾസിന്റെ ട്രേയും ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് മാറ്റേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലോ വായിലോ മൂക്കിലോ ആവാതെ ശ്രദ്ധിക്കണം. ചില ആന്റി ടെർമൈറ്റ് പ്രിപ്പറേഷൻസിലെല്ലാം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ തന്നെ പറയുന്നുണ്ടാവും ഗ്ലൗസ് ഉപയോഗിക്കണം എന്നുള്ളത്. ഇതൊന്നും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാരണമുള്ള പോയ്സണിങ് ഇഫക്റ്റ് നിങ്ങൾക്കും ഉണ്ടാവാം. ഇത്തരത്തിലുള്ള സ്പ്രേസൊക്കെ അധികം വോളറ്റൈലാണ്, അതായത് പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പോരാതെ തന്നെ ഇത് കുറേ സമയം എയറിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുക്കിംഗ് ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പകൽ സമയത്ത് ഇത്തരത്തിലുള്ള പോയ്സൺസോ ഇൻസെക്ടിസൈഡ്സോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. വേറെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അധിക വീട്ടിലും ഇത്തരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ് ഒക്കെ കുട്ടികൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നതും അടുക്കളയിലാണ്. കുട്ടികൾക്ക് എളുപ്പം കിട്ടാത്ത സ്ഥലത്ത് തന്നെ വെക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ പോയാൽ മനസ്സിലാവും എത്രത്തോളം കുട്ടികൾ, എത്രത്തോളം ആൾക്കാർ ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ പോയ്സണിങ് കാരണം അഡ്മിറ്റ് ആവുന്നുണ്ടെന്നുള്ളത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഫ്രൈയിങ് പാനിനെ കുറിച്ചാണ്. അധിക വീട്ടിൽ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള ഫ്രൈയിങ് പാനാണ്. ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷേ ഇത്തരത്തിലുള്ള പാൻ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും പഴകിയിട്ടുള്ള ടെഫ്ലോൺ പാനുകൾ ഉപയോഗിക്കാതിരിക്കുക. ടെഫ്ലോൺ എന്നുള്ളത് ഒരു കമ്പനി നെയിമാണ്. ടെഫ്ലോൺ കോട്ടിംഗ് അടർന്നു മാറിയിട്ടുള്ള തരത്തിലുള്ള പാനുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള പാനിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വുഡൻ സ്പൂൺ തന്നെ ഉപയോഗിക്കുക. ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന്റെയോ സ്റ്റീലിന്റെയോ സ്ക്രബ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ കോട്ടിംഗ് പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കോട്ടിംഗ് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള പാനിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഭക്ഷണത്തിലും ഈ കെമിക്കൽസ് വരാൻ ചാൻസസ് ഉണ്ട്. ടെഫ്ലോൺ കോട്ടഡ് ആയിട്ടുള്ള പാൻ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം. മൈക്രോവേവ് ഓവനിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാം. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഏത് തരത്തിലുള്ള പാത്രമാണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യുന്നതാണ് കഴിയുന്നതും കുറയ്ക്കേണ്ടത്. അധിക ദിവസങ്ങളിലും വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റ് ഐറ്റംസ് ആണെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും എഗ് ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്ന ട്രാൻസ് ഫാറ്റിൻ്റെ അളവാണ് കൂടി വരുന്നത്. ട്രാൻസ് ഫാറ്റ് എത്ര കുറഞ്ഞ എമൗണ്ടിലാണെന്നുണ്ടെങ്കിലും ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാമെന്നുള്ളത് ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കിച്ചണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ്. അധികം സ്നാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അധിക വീട്ടിലും വാങ്ങിച്ചു വെക്കുന്നത് പാക്കറ്റിൽ കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡാണ്, അല്ലെങ്കിൽ ബേക്കറി ഫുഡായിരിക്കും. ബിസ്ക്കറ്റ് ആവാം, റസ്ക് ആവാം, ബ്രെഡ് ആവാം, ഇല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആവാം. ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് മാത്രമല്ല ദോഷം ഉണ്ടാക്കുന്നത്, വീട്ടിലുള്ള കുട്ടികൾക്ക് പോലും പ്രശ്നമാണ്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസും ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇത്തരത്തിലുള്ള ഭക്ഷണം വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പോലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. കുട്ടികൾ ചിപ്സ് കഴിക്കുന്നു, കുട്ടികൾ ലേസ് കഴിക്കുന്നു, ബിസ്ക്കറ്റ് അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല എന്നൊക്കെ പാരൻസ് പറയുന്നത് അത് കുട്ടീൻ്റെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള പാക്കറ്റിൽ കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡിന് പകരം നിങ്ങൾക്ക് നട്ട്സ് വാങ്ങിച്ചു വെക്കാം, ഫ്രൂട്ട്സ് വാങ്ങിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും പ്രശ്നമില്ല. പലതരത്തിലുള്ള സീഡ്സ് അവൈലബിൾ ആണ്. ഈ നട്ട്സും സീഡ്സും ഒക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഹെൽത്തി റെസിപ്പീസും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കുള്ള മറ്റൊരു സംശയം, ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, എന്ത് തരത്തിലുള്ള ലായനിയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ മുകളിലും കീടനാശിനികൾ ഉണ്ടാവില്ലേ? ഇതെല്ലാം ഉണ്ടാവാം, ശരിയാണ്. വാഷ് ചെയ്യാതെ അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കരുത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ എന്നാണോ വാങ്ങിക്കൊണ്ടുവന്നത് അന്ന് തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കുന്നത്. അധിക വീട്ടിലും ഇങ്ങനെയല്ല ചെയ്യാറ്. വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ നേരെ ഫ്രിഡ്ജിൽ കയറ്റാണ് ചെയ്യുക. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്താണ് പുറത്തേക്ക് എടുത്തിട്ട് വാഷ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പ്രോപ്പർലി വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പാന് മാറ്റുന്നതും ഫ്രൈ ചെയ്യുന്നത് കുറയ്ക്കുന്നതും
പഞ്ചസാര ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നതല്ല. പക്ഷേ കിച്ചണിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ മാത്രമല്ല പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും വരാം. അതിൻ്റെ ഒരു പ്രധാന കാരണം കിച്ചണിൽ ഹൈജീൻ കുറയുന്നതാണ്. ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മാണുക്കൾക്ക് വളരാനുള്ള സാഹചര്യം നമ്മളുടെ വീട്ടിൽ കിച്ചണിലാണുള്ളത്. ടെമ്പറേച്ചറും കറക്റ്റാണ്, ഭക്ഷണവും ഉണ്ട്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അവർക്ക് വളരാൻ പറ്റിയ ഒരു സാഹചര്യമാണ് കിച്ചണിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചൺ ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടും സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൻ്റെയും ഫംഗസിൻ്റെയും ഒക്കെ കോളനീസ് ഫോം ചെയ്യാം. അത് കാരണം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. 4-5 ദിവസം അങ്ങനെ തന്നെ പോകും. പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ കിച്ചൺ ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇനി പറയാം. കിച്ചണിൽ ഉപയോഗിക്കുന്ന നൈഫ് പ്രോപ്പർലി ക്ലീൻ ചെയ്യേണ്ടതാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചോപ്പിംഗ് ബോർഡും ഉപയോഗിച്ച ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇതൊന്നും വെറുതെ വാഷ് ചെയ്താൽ മാത്രം പോരാ, അത് ഡ്രൈ ആക്കണം. എല്ലാ ദിവസവും രാത്രി കിച്ചണിൻ്റെ ഫ്ലോർ സ്വീപ്പ് ചെയ്യണം. കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് പ്രോപ്പർലി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉൽപ്പാദിക്കുന്നതും കിച്ചണിൽ തന്നെയാണ്. പക്ഷേ ആ വേസ്റ്റ് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഡ്രൈ വേസ്റ്റിനും വെറ്റ് വേസ്റ്റിനും വേറെ തന്നെ കണ്ടെയ്നേഴ്സ് വേണം. പേപ്പർ വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം കൂടി ഒരൊറ്റ കണ്ടെയ്നറിലല്ല നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. വേസ്റ്റ് ഉൽപ്പാദിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലിനെ കുറിച്ച് പറയാം. നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ തരവും അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര അളവിലാണ് ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. കേരളത്തിൽ അധിക വീട്ടിലും കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലത് ഒളിവ് ഓയിലാണെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. റിഫൈൻഡ് അല്ലാത്ത കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് മില്ലുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് വാങ്ങിക്കാം. ഏത് തരത്തിലുള്ള എണ്ണയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിലും കൂടുതൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും. പക്ഷേ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനും കൂടുതൽ ഫാറ്റും നമ്മളുടെ ബോഡിയിൽ കയറുന്നുണ്ട്. കോക്കനട്ട് ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് കൂടുതലാണ്. മറ്റു തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് കൂടുതലുള്ളത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ള വെജിറ്റബിൾ ഓയിൽസ് ചൂടാക്കുന്ന സമയത്താണ് ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ടും ഉണ്ടാവുന്നതും അത് നമ്മളുടെ ബോഡിയിൽ എത്തുന്നതും. ഇത് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുള്ളത്, അടുത്തതായിട്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ഇനി വരുത്താൻ പോകുന്നത്, ഇതെല്ലാം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സയന്റിഫിക് എവിഡൻസ് ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണ്, ഡയറ്റുകൾ ഏതൊക്കെയാണ് നല്ലത്, ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.